ഹലോ, ദിസ് ഈസ് ദ പാർട്ട് 3. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമ്മുടെ ബങ്കുടെ എത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ അയില, പിന്നെ നല്ല മത്തിക്കറിയും ചോറും, പിന്നെ 2 ടൈപ്പ് പച്ചക്കറി സാധനങ്ങളും, പിന്നെ അച്ചാറും പപ്പടവും, നല്ലൊരു ഊണ്. നിങ്ങൾക്ക് ആ ഫിഷ് ആമിൻ്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. ബങ്കുടെ ഫ്രൈ ಎಂಚುಂಟು ಒಂದು ತಾರೇ ಪಂಡದ ಕುರುವರು ಕೇನ್ಲೆ ಸರಿ. സൂപ്പർ. സിൽവർ ഫിഷ് ഫ്രൈ എത്തിയിട്ടുണ്ട്. ഇവർ സ്പെഷ്യലായിട്ട് റവയിൽ കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ആ ഫിഷ് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വാങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാനന്ന് ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ്. നല്ലല്ലേ നമ്മുടെ ഫ്രൈ എല്ലാം ഉണ്ടെന്നില്ല. ഞങ്ങളൊരു സൈഡ് നല്ല പകല സപ്പോർട്ട്. നമ്മൾ സ്ഥലം ഏതാന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് കാർഷിട്ടുള്ള ഗിരിമല. ഞാൻ ആക്ച്വലി ഫുഡി ഒന്നും അല്ല, എസ്പെഷ്യലി സീ ഫുഡിന്റെ ആളേ അല്ല. പക്ഷെ അവര് കൊണ്ടുതരുന്ന ആ ഒരു രീതിയല്ലേ, അതിനെ കുറിച്ച് പറഞ്ഞോട്ടെ. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇരുന്ന് തൊട്ട് ഇതുവരെ നമ്മൾ ട്രീറ്റ് ചെയ്തതായാലും നല്ല തിരക്കുണ്ട് വെച്ചാൽ നല്ല തിരക്കുണ്ട്. ഈവൻ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാലും നമ്മൾ കാണുപോയില്ല, അമ്മ അതിൽ തിരക്കാണ്. പക്ഷെ എന്നാലും ഞങ്ങളെ പ്ലേറ്റിൽ ഫുഡ് തീർന്നാലും അവർക്കറിയാം, അവരപ്പം കൊണ്ടുവന്ന് തരും. അവർ ചോദിച്ചു വന്നിട്ടല്ല, 2-3 പ്രാവശ്യം ചോദിച്ച് ഫുഡ് വേണം ഫുഡ് വേണം. നമുക്ക് ഫുഡാണെങ്കിലും കറീസ് ആണെങ്കിലും അവരെടുക്കെടുക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട്. സോ അതൊക്കെ നല്ല കൊണ്ടു തരുന്നതും, അതായത് വിത്തിൻ മിനിറ്റ്സ് അവർ കൊണ്ടു തരുന്നുണ്ട്. സാധാരണ നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ പോയി അതിൻ്റെ കുറേ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനല്ലേ. ഷീഡ് അങ്ങനെ ഒന്നുമല്ല, പെട്ടെന്ന്. അതായത് ഇവിടെ ഒരു പെപ്സി പറഞ്ഞ് 2 സെക്കൻഡ്സിനുള്ളിൽ പെപ്സി എത്തി. ആ ഒരു അത്ര, അതായത് ടൈം ഗ്യാപ്പ് ഇല്ല അല്ലേ. അത് ഭയങ്കര സംഭവം തന്നെയല്ലേ. അതായത് ഇത്ര തിരക്കുണ്ടായിട്ടും 10 out of 10. സോ നിങ്ങളെല്ലാവരും വന്ന് കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയാം.